ഹായ് ഡിയേഴ്സ്, നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മുട്ട റോസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മുട്ടയും സവോളയും കൂടെ ഒന്നിച്ചിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചാൽ മതിയാകും. അതുമാത്രമല്ല, മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് മുട്ട റോസ്റ്റ് റെഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഈസി മുട്ട റോസ്റ്റിനായിട്ട് നമുക്ക് 4 മീഡിയം സൈസ് സവോള, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില എന്നിവയാണ് ആവശ്യം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ സവോള കൂടുന്നതനുസരിച്ച് തക്കാളിയും 2 എണ്ണം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഇത് വേകാനായിട്ട് 1/2 ഗ്ലാസോളം വെള്ളം മതി. അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിരിക്കുന്ന കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് വേകാനായിട്ട് ഒറ്റ വിസിൽ മതി, ഇതെല്ലാം കൂടെ വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം മുട്ട ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒരു വിസിലിൽ കൂടുതൽ ഇത് അടുപ്പിക്കരുത്. ഒരു വിസിലിൽ കൂടി പോയി കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതിയാകും. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് 2 ഏലയ്ക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം എന്നിവയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്തായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് എണ്ണയിലൊന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയും സവോളയും എല്ലാം കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ വിസിൽ അടുപ്പിച്ചതേ ഉള്ളൂ, കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മുട്ടയൊന്നും പൊളിഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് മുട്ട കഴുകിയ ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാകും. സവോളയൊക്കെ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയ ലാഭവും ഗ്യാസ് ലാഭവുമാണ്. നമ്മൾ സവോള വഴട്ടി കുറേ സമയം മെനക്കെടുകയും വേണ്ട, ഇങ്ങനെ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ മസാലയിലേക്ക് സവോള ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വരഞ്ഞെടുത്ത മുട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിൽ മസാല എല്ലാം പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ മുട്ടയും സവോളയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മുട്ടയിലേക്ക് മസാലയെല്ലാം പിടിച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് പാകത്തിനായതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല. ഇപ്പോൾ കറക്റ്റ്
പാകത്തിന് നമുക്ക് മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുക്കറിൽ നിങ്ങളും ഇങ്ങനെ ഒറ്റ വിസിലടുപ്പിച്ച് സവോളയും മുട്ടയും കൂടെ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ തിരക്കുള്ള സമയങ്ങളിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.